ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഗെയിമിംഗ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കൊരു ഇൻട്രോ ഉണ്ടാക്കാം എന്നാണ്. ഞാൻ ഈ വീഡിയോന് ശേഷം ഇങ്ങനത്തെ ഇൻട്രോൻ്റെ വീഡിയോ കൂടെ കൊണ്ടുവരും. നിങ്ങൾക്ക് ഇൻട്രോയുടെ സീരീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇനി ഇങ്ങനെ ഇൻട്രോയുടെ സീരീസ് കണ്ടിന്യൂ ചെയ്യാം, കുറച്ചും കൂടെ ഇങ്ങനെ ഇൻട്രോ ഉണ്ടാക്കാം, അങ്ങനെ വീഡിയോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചൊരു ഒരു ഗെയിമിംഗ് ഇൻട്രോ എന്നും പറയാം, ഒരു ഇൻട്രോ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുള്ള സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ പുതുപുത്തൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത പാക്കിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആ പാക്ക് അതൊന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി, എക്സ്ട്രാക്ട് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. അത് ചിലപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യേണ്ടി വരും, ചിലവരുടെ ഡിവൈസിൽ മാത്രം എക്സ്ട്രാക്ട് ചെയ്യേണ്ടി വരുള്ളൂ, അല്ലാണ്ട് എല്ലാവരുടെയും ഡിവൈസിൽ വരില്ല. ഞാൻ ഉപയോഗിക്കുന്ന ഡിവൈസിൽ ഞാൻ ആ ലിങ്ക് വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. അപ്പോൾ നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതൊന്ന് പറയാൻ മറന്നു പോയതാണ്, സോറി. ഇതിൻ്റെ ഞാൻ ഇപ്പോൾ ഒരു ക്ലിപ്പ് കാണിച്ചു തരാം. ഇത് ഇൻട്രോ എങ്ങനെയാണെന്ന് എന്നിട്ട് നിങ്ങൾ പറയട്ടെ. ഇൻട്രോ എങ്ങനെയാണെന്ന് ഈ ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ആ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് KineMasterലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ കാണിച്ചു തരാം. ഈ ലൈറ്റ് ഇങ്ങനെ ഇടിച്ചിട്ട് ഇങ്ങനെ വലുതാവാൻ എക്സ്പാൻഡ് ആവാൻ തുടങ്ങണത് ഒരു 0.585 അല്ലെങ്കിൽ 0.58 സെക്കൻഡൊക്കെ ആകുമ്പോൾ, അല്ല 0.58 അല്ല, 0.635 അല്ലെങ്കിൽ 0.63 സെക്കൻഡ് എന്നായിരിക്കും കാട്ടണത്. നിങ്ങൾ അവിടെ വെച്ചിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ PNG അല്ല, ഒരു റൗണ്ട് നിങ്ങളുടെ ഇതിനെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഇമ്പോർട്ട് ചെയ്ത് കാണിക്കാം. ഇങ്ങനത്തെ ടൈപ്പ് ഒരു ഇമേജ് എടുക്കുക കേട്ടോ. ഇങ്ങനത്തെ ടൈപ്പ് എടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലെയിം എന്ന് വെച്ച് ഇങ്ങനത്തെ ഒരു റൗണ്ട് ഷേപ്പാണ്, ഇങ്ങനത്തെ ഒരു എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഇങ്ങനത്തെ ഒരു ഇമേജ് എടുത്ത് വെക്കുക. അതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്നാനിമേഷനിൽ പോയിട്ട് ഫെയ്ഡിൽ വെക്കുക. അതൊരു സെക്കൻഡിൻ്റെയിലൊക്കെ വെക്കാം. അതിനുശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ബ്ലെൻഡിങ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് സ്ക്രീനിൽ കൊടുക്കുക. അന്നേരം ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കണത്. അതിനുശേഷം ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അൺവാണ്ടഡ് പാർട്ടൊക്കെ ട്രിം ചെയ്ത് കളയാം. അതിന് മുമ്പ് നിങ്ങളൊന്നിത് പ്ലേ ചെയ്ത് നോക്കണം കേട്ടോ, കറക്റ്റ് സെക്കൻഡ് കറക്റ്റ് ആണോ എന്നൊരു ഇൻട്രോ എന്ന് വെച്ചാൽ ഒരു 10-15 സെക്കൻഡിൻ്റെയാണ്. പക്ഷേ ഇത് ഇതിനേക്കാൾ കുറവാണ്. ഇത് അൺവാണ്ടഡ് പാർട്ടിൽ കുറേ ബ്ലാക്ക് കളറിലായിട്ട് വരും. നിങ്ങളൊന്ന് ഈ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണട്ടോ. ഞാനിത് ഈ ഭാഗം കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതിൽ അൺവാണ്ടഡ് പാർട്ടിൻ്റെ ഇത്രയൊക്കെ ഈ പാർട്ടൊക്കെ ആകുമ്പോൾ ഇത് അൺവാണ്ടഡ് ആണ്. ഒരു 5.13 സെക്കൻഡൊക്കെ ആകുമ്പോൾ അത് ബാക്കിയുള്ളത് ഫുള്ള് ബ്ലാക്ക്, അത് അൺവാണ്ടഡ് ആണ്. അതുകൊണ്ട് നിങ്ങളിത് ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് കൊടുക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതിൻ്റെ ഇന്നാനിമേഷൻ ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഫെയ്ഡ് ആണ് എനിക്ക് നല്ലതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആനിമേഷൻ കൊടുക്കാൻ കുറേ ഉണ്ട്. വേണമെങ്കിൽ സ്ലൈഡ് ലെഫ്റ്റ്, സ്ലൈഡ് റൈറ്റ്, ഇങ്ങനത്തെ കുറേ ആനിമേഷൻ ഉണ്ട്. എനിക്കിതിൽ ഫെയ്ഡാണ് കൂടുതൽ ഇഷ്ടമായത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡൊക്കെ കൂട്ടി വയ്ക്കാവുന്നതാണ്. ഇതൊരു 1.1 സെക്കൻഡൊക്കെയാണ് ഒരു കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യാം കേട്ടോ. എന്നെപ്പോലെ ഇത്രയും പെട്ടെന്ന് ചെയ്ത് നോക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗിനേഴ്സിനൊക്കെ എന്ന് വെച്ചാൽ ബിഗിനിങ്ങിൽ തന്നെ ഇങ്ങനെ സ്പീഡായിട്ട് പഠിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഈ KineMasterൽ സ്പീഡിലായിട്ട് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ, പിന്നെ ഹാർഡൊക്കെ വരുമ്പോൾ ഇത്തിരി ചിലപ്പോൾ പേഷ്യൻസ് കാരണം ഇല്ലാണ്ടാകും. നിങ്ങളിത് കുറച്ച് നേരം എടുത്ത് കറക്റ്റ് അലൈൻ ചെയ്ത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അത് ചെയ്തതിന് ശേഷം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക. ഇത് ഇത്തിരി FPS കൂട്ടണം എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയോയുടെ ലിങ്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി നോക്കാം കേട്ടോ. 60 FPS എക്സ്പോർട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഈ ലിങ്ക് തരാം.
ഇത് പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇതുള്ളതിൽ എക്സ്പോർട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. 4Kയിലൊക്കെ നിങ്ങളുടെ ഡിവൈസിൽ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ വന്നത് 4K ആണ്, അല്ലെങ്കിൽ QHD, അല്ലെങ്കിൽ ഫുൾ HD 720p അല്ലെങ്കിൽ എന്തായാലും വരേണ്ടതാണ്. എന്നിട്ട് നിങ്ങളിത് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുകൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന പുതുപുത്തൻ വീഡിയോസിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഏറ്റവും അതിൽ ലഭിക്കുന്നതാണ്. അടുത്ത വീഡിയോ ടാറ്റ ബൈ ബൈ.